നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ലോകചരിത്രം. ഫ്രഞ്ച് വിപ്ലവം 1789. ഫ്രഞ്ച് വിപ്ലവം 1789. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഇതറിയപ്പെടുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. ഫ്രഞ്ച് സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഇതറിയപ്പെടുന്നത് എസ്റ്റേറ്റുകൾ. പുരോഹിതരും പ്രഭുക്കളും ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലാണ്. പുരോഹിതരും പ്രഭുക്കളും ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലും. വിദ്യാസമ്പന്നരും സാധാരണക്കാരും കൃഷിക്കാരും മൂന്നും നാലും എസ്റ്റേറ്റുകളിലും ഉൾപ്പെട്ടിരിക്കുന്നു. പുരോഹിതരും പ്രഭുക്കളും ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലും വിദ്യാസമ്പന്നരും സാധാരണക്കാരും കൃഷിക്കാരും മൂന്നും നാലും എസ്റ്റേറ്റുകളിലും ഉൾപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16. ലൂയി 16 കുപ്രസിദ്ധയായ ഭാര്യയാണ് മേരി ആൻറ്റോയിനേറ്റ്. ലൂയി 16 കുപ്രസിദ്ധയായ ഭാര്യ മേരി ആൻറ്റോയിനേറ്റ്. സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിതയാണ് മേരി ആൻറ്റോയിനേറ്റ്. ഫ്രഞ്ച് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ. ഫ്രഞ്ച് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. റൂസോയുടെ പ്രസിദ്ധമായ കൃതി സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോയുടെ പ്രസിദ്ധമായ കൃതി സോഷ്യൽ കോൺട്രാക്റ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി എമിലി. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി എമിലി. റൂസോയുടെ പ്രസിദ്ധമായ കൃതി സോഷ്യൽ കോൺട്രാക്റ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ റൂസോ, വോൾട്ടയർ, മോണ്ടെസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജകം നൽകിയ ചിന്തകന്മാർ റൂസോ, വോൾട്ടയർ, മോണ്ടെസ്ക്യൂ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20. ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറ ബാസ്റ്റൈൻ കോട്ട. ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറ ബാസ്റ്റൈൻ കോട്ട. ബാസ്റ്റൈൻ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ച ആയുധം ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ച ആയുധം ഗില്ലറ്റിൻ. ലൂയി 16 കുടുംബവും വധിക്കപ്പെട്ട വർഷം 1792. ലൂയി 16 കുടുംബവും വധിക്കപ്പെട്ട വർഷം 1792. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിനു വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം ജാക്കോബിൻ ക്ലബ്ബ്. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിനു വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം ജാക്കോബിൻ ക്ലബ്ബ്. വോൾട്ടയറിൻ്റെ പ്രശസ്തമായ കൃതി കാൻഡിഡ്. ജോർജ് ബെർണാഡ് ഷാ രചിച്ച പ്രശസ്ത നാടകം കാൻഡിഡ. ആരുടെ ഭരണകാലത്താണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത്? റോബേസ്പിയർ. ആരുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത്? റോബേസ്പിയർ. രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല. രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നിയമങ്ങളുടെ അന്തസത്ത എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവ് മോണ്ടെസ്ക്യൂ. ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവ് മോണ്ടെസ്ക്യൂ.
ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവൽ എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവൽ എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരം ഈഫൽ ടവർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരം ഈഫൽ ടവർ. 1871 ഫ്രാൻസിൽ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ. 1871 ഫ്രാൻസിൽ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ ബോണാപാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു നെപ്പോളിയൻ. ലിറ്റിൽ കോർപ്പൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ. കോഴ്സിക ദ്വീപിൽ ജനിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ ഫ്രഞ്ച് ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ട വർഷം 1804. നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്പാനിഷ് പുണ്ണ്. നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്പാനിഷ് പുണ്ണ്. നെപ്പോളിയൻ്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധം 1812 ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം. നെപ്പോളിയൻ്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധം 1812 ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം. AD 1815. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാ നായകൻ ആർതർ വെല്ലസി. വാട്ടർലൂ യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാ നായകൻ ആർതർ വെല്ലസി. ആർതർ വെല്ലസിയുടെ അപരനാമം ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ആർതർ വെല്ലസിയുടെ അപരനാമം ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. വാട്ടർലൂ സ്ഥിതി ചെയ്യുന്ന രാജ്യം ബെൽജിയം. നെപ്പോളിയനെ ആദ്യം നാട് കടത്തിയ ദ്വീപ് സെൻറ്റ് എൽബ. വാട്ടർലൂ യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാട് കടത്തിയ ദ്വീപ് ഹെലേന ദ്വീപ്. നെപ്പോളിയൻ മരണമടഞ്ഞ വർഷം 1821. നെപ്പോളിയൻ മരണമടഞ്ഞ വർഷം 1821. ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയാണ് നെപ്പോളിയൻ. ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി നെപ്പോളിയൻ. ആധുനിക ബ്രിട്ടൻ. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് ഉടലെടുത്തത് ആരുടെ കാലത്താണ്? ഹെൻറി 1. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് ഉടലെടുത്തത് ആരുടെ കാലത്താണ്? ഹെൻറി 1. 1640 മുതൽ 20 വർഷം വരെ നീണ്ടുനിന്ന പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ലോങ് പാർലമെൻറ്റ്. ലോങ് പാർലമെൻറ്റ് നിയമം പാസാക്കിയ വർഷം 1840. 1640 മുതൽ 20 വർഷം വരെ നീണ്ടുനിന്ന പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ലോങ് പാർലമെൻറ്റ്. ലോങ് പാർലമെൻറ്റ് നിയമം പാസാക്കിയ വർഷം 1840. ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ചാൾസ് 1. ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ചാൾസ് 1. AD 1649 ജനുവരി 30 രാജ്യദ്രോഹക്കുറ്റം ചുമത്തി വധിക്കപ്പെട്ട ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ചാൾസ് 1. 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം. 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം. ചാൾസ് 1 മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദിയാണ് ഒളിവർ ക്രോംവെൽ. ചാൾസ് 1 മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ജനാധിപത്യവാദി ഒളിവർ ക്രോംവെൽ. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെൽ. 1660 അധികാരമേറ്റ ഇംഗ്ലീഷ് ഭരണാധികാരി ചാൾസ് 2. രക്തരഹിത വിപ്ലവം നടന്ന വർഷം 1688. രക്തരഹിത വിപ്ലവം നടന്ന വർഷം
1688. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരി ജെയിംസ് രണ്ടാമൻ. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരി ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവം നടന്ന വർഷം 1688. ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ. ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ. റോബർട്ട് വാൾപോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വർഷം 1721. റോബർട്ട് വാൾപോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വർഷം 1721. ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റോബർട്ട് വാൾപോൾ. ക്യാബിനറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി റോബർട്ട് വാൾപോൾ. രക്തരഹിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ വിപ്ലവം. രക്തരഹിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് ഗ്ലോറിയസ് റവല്യൂഷൻ, മഹത്തായ വിപ്ലവം. പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കിയ വർഷം 1689. പാർലമെൻറ്റ് അവകാശ നിയമം പാസാക്കിയ വർഷം 1689. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികൾ വിങ്സ് ആൻഡ് ടൂറിസ്. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികൾ വിങ്സ് ആൻഡ് ടൂറിസ്. ഇംഗ്ലണ്ടിൽ ഒന്നാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1832. രണ്ടാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1867. മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1884. ഒന്നാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1832. രണ്ടാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1867. മൂന്നാം പാർലമെൻറ്റ് പരിഷ്കരണം നടന്നത് 1884. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അമേരിക്കൻ ചരിത്രം. ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റുകാരനായ ജോൺ രാജാവിനെ ഭയന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറിപ്പാർത്ത കത്തോലിക്കക്കാരായ ഇംഗ്ലീഷ് ജനതയാണ് തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറിപ്പാർത്തത് 1620 AD. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറിപ്പാർത്തത് 1620 AD. തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പൽ മേയ് ഫ്ലവർ. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ. 1764 ഇംഗ്ലീഷ് പാർലമെൻറ്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതി പഞ്ചസാര നികുതി. 1764 ഇംഗ്ലീഷ് പാർലമെൻറ്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതി പഞ്ചസാര നികുതി. സ്റ്റാമ്പ് നിയമം പാസാക്കിയത് 1765. ടൗൺഷെൻ നിയമം പാസാക്കിയത് 1767. സ്റ്റാമ്പ് നിയമം പാസാക്കിയത് 1765. ടൗൺഷെൻ നിയമം പാസാക്കിയത് 1767. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773. 1781 യോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകൻ ജോർജ് വാഷിങ്ടൺ. 1781 യോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകൻ ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് നായകൻ ചാൾസ് കോൺവാലിസ്. ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് നായകൻ ചാൾസ് കോൺവാലിസ്. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789.
അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി വേഴ്സായി ഉടമ്പടി, പാരീസ് 1783. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി വേഴ്സായി ഉടമ്പടി 1783. അമേരിക്കയുടെ 16ാം പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ 16ാം പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കൺ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. അടിമത്ത നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 1863 ജനുവരി 1. ആദ്യമായി വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണെ വധിച്ചത് ജോൺ വിൽക്കിൻസ് ബൂത്ത്. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട വർഷം 1865. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട തിയേറ്റർ ഫോർഡ് തിയേറ്റർ. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട തിയേറ്റർ ഫോർഡ് തിയേറ്റർ. വധിക്കപ്പെടുമ്പോൾ എബ്രഹാം ലിങ്കൺ കണ്ടിരുന്ന നാടകം ഔർ അമേരിക്കൻ കസിൻ. വധിക്കപ്പെടുമ്പോൾ എബ്രഹാം ലിങ്കൺ കണ്ടിരുന്ന നാടകം ഔർ അമേരിക്കൻ കസിൻ. ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ്. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ്. അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ്. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ. അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ. അമേരിക്കയുടെ 45ഉം 47ാമത്തെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം 1861 മുതൽ 1865 വരെ. അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം 1861 ടു 1865. ആഭ്യന്തര കലാപം പ്രധാനമായും പൊട്ടിപ്പുറപ്പെട്ട അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് അടിമത്ത മണ്ണ്. ആഭ്യന്തര കലാപം പ്രധാനമായും പൊട്ടിപ്പുറപ്പെട്ട അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് അടിമത്ത മണ്ണ്. വടക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് സ്വതന്ത്ര മണ്ണ്. വടക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് സ്വതന്ത്ര മണ്ണ്. തെക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് അടിമത്ത മണ്ണ്. അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് ബീച്ചൻ സ്റ്റൗസിൻ്റെ നോവൽ അങ്കിൾ ടോംസ് ക്യാബിൻ. അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗസിൻ്റെ നോവൽ അങ്കിൾ ടോംസ് ക്യാബിൻ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്ക. സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ച ശില്പി ഫ്രെഡറിക് ബർത്തോൾഡി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഫ്രാൻസ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഫ്രാൻസ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്ന തുറമുഖം ന്യൂയോർക്ക് തുറമുഖം. നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിനായി അമേരിക്കയിൽ രൂപം കൊണ്ട സംഘടന കു ക്ലൂക്സ് ക്ലാൻ. വാട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് M. നിക്സൺ. സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ. സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ.